സംസ്ഥാന കമ്മിറ്റി അംഗം സോമപ്രസാദ് ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവരെ പോകാൻ അനുവദിക്കുന്നില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്രട്ടറി പെണ്ണ് പിടിക്കുന്ന വീഡിയോ ഉണ്ട്, നിങ്ങൾ 24 വരാം. പെണ്ണ് പിടിക്കുന്ന വീഡിയോ 24 വരാം. വീഡിയോ തരാം. ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടുത്താൻ നോക്കിയോ? അയാളുടെ വീഡിയോ അങ്ങനെയുണ്ട്. നേരത്തെ പറയുന്നത് അയാളാണ് ശരിയെന്നാ പറയുന്നത്. അയാളെ കാശ് വാങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. വിനീത, ഇതിൽ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രവർത്തകർ പറഞ്ഞത് കേട്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ശ്രീപീഡനത്തിലടക്കം ഉൾപ്പെട്ട ആളുകളാണ്. അവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. പ്രവർത്തകർ സോമപ്രസാദിന്റെ വാഹനത്തിന് പിന്നിൽ കിടക്കുകയും വാഹനം മുന്നോട്ടെടുക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ കിടന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളടക്കം വന്നു. ഈ പ്രവർത്തകർ സംസ്ഥാന സമിതി അംഗങ്ങളെ സോമപ്രസാദ് സംസ്ഥാന സമിതി അംഗമായ കെ രാജഗോപാലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വിനീത സംസ്ഥാന സമിതി അംഗമായ കെ രാജഗോപാലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ക്യാമറ പിടിച്ചു തള്ളിയത്. CPM സംസ്ഥാന സമിതി അംഗമായ കെ രാജഗോപാലാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പുറത്തെത്തി മാധ്യമങ്ങളുടെ ക്യാമറ പിടിച്ചു തള്ളിയത്. നേതാവിന് ഈ സ്ഥിതിയാണെങ്കിൽ പ്രവർത്തകരും ഇങ്ങനെ തന്നെയാണ് നേരത്തെയും ചെയ്തത്. നേതാവും അതിനോടൊപ്പം തന്നെ അതിനനുകൂലമായിട്ട് തന്നെയാണ് നേതാവും പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്യാമറ തടയുകയടക്കം ചെയ്തത്. എന്തിനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് എന്ന് തന്നെയാണ് വീണ്ടും ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ രണ്ട് തട്ടിലായി നിന്നുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇതിനെ എതിർക്കും. അത് സ്ത്രീകളടക്കമുള്ളവർ ഇതിനെ എതിർക്കുകയാണ് ചെയ്ത്. നിങ്ങളിതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്ത്. ശക്തമായി എതിർത്തോ? ശക്തമായി എതിർത്ത് ഇത്രയും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഞങ്ങൾ സഹിക്കണോ? ഞങ്ങൾ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇതെങ്ങനെ സഹിക്കും? നേതൃത്വം വന്നിട്ട് ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശപ്പ് ഇത് NSന്റെ നാടാണ്, ഇത് CPM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര പരാതികൾ കൊടുത്തു, ആദ്യം മുതൽ മുടി വരെ. പക്ഷേ ഈ ഇത്രയും കൊള്ളരുതാത്തവന്മാരെ ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം. അതിലും മോശപ്പെട്ട CPM എന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഞങ്ങളാരും അനുസരിക്കത്തില്ല. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ SFIയിലൂടെ വന്ന വനിതകളായത്. കണ്ണു നിറയുന്നതടക്കം കണ്ണൊന്നും നിറയത്തില്ല. ഇത് CPMൽ കൊടുത്തവരാ. അപ്പൊ ഞാൻ കണ്ണു നിറയുന്നത് എന്തിനാ? എനിക്ക് കണ്ണു നിറയത്തില്ല. എന്നെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണു നിറയത്തില്ല സഹോദരന്മാരെ. ഞാൻ CPMലൂടെ വളർന്നു വന്നതാ. CPMന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാ ഞാൻ. പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടി തന്നെ ഇപ്പോൾ സ്ത്രീ പീഡനത്തിൽ ആരോപണവരെ ഇപ്പോൾ കമ്മിറ്റിയിൽ സെക്രട്ടറി ആക്കുന്നു. ആരോപണമല്ല, സ്ത്രീ പീഡനം ചെയ്യുന്നവനെ ഞങ്ങൾ ശക്തമായി എതിർത്തു. ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്കൊരു വിലയില്ല. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞ് ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ? നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത്. മാറിയിരുന്നേ. നിങ്ങൾ എന്തിനാ പൂട്ടിയിട്ടത് ചേച്ചി? നിങ്ങൾ ഭാര്യ ഈ പ്രസ്ഥാനത്ത് വരുന്നില്ല. സഹോന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴുക്കി ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മാന്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി. മാന്യമായിട്ടുള്ള CPM ആയിരിക്കണം. CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം. എന്നെ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. അതാ പറഞ്ഞത്. എനിക്കതല്ല, ഞാൻ നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങൾ സഹോദരന്മാർ പോയിക്കോ, എന്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത്. ഉള്ളിൽ തട്ടിക്കൊണ്ടുള്ള വാക്കുകളാണ് വിനീത ഇപ്പോൾ കേട്ടത്. ചെറുപ്പം മുതലേ SFI ആയ സമയം മുതലേ പ്രവർത്തിച്ചു വന്ന ഒരു വനിതയുടെ ഉള്ളിൽ തട്ടിയുള്ള വാക്കുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീ പീഡന ആരോപണ വിധേയനായ ആളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയതിൽ
നോക്കിയിട്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ അമ്മ, ഈ സ്ത്രീ ഇങ്ങനെയടക്കം പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ചെറുപ്പം മുതലേ SFIയിൽ പ്രവർത്തിച്ച ആളാണ്. CPM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് യോജിക്കാത്ത തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു. കരുനാഗപ്പള്ളിയിൽ ഇത്രമേൽ പ്രവർത്തകർ നിൽക്കുമ്പോൾ അവർ ആ പ്രസ്ഥാനത്തിന് ജീവൻ കൊടുത്ത് കൂടെ നിൽക്കുന്നവരാണ്. അങ്ങനെ നിന്നവർക്കാണ് ഇങ്ങനെ ഇടിവെട്ടേറ്റതുപോലെ തന്നെ ഒരു പ്രതിയായ ആളെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയത്. അത് ആദ്യം മുതൽ തന്നെ എതിർക്കുകയും ചെയ്തു. ആ എതിർത്തതിനെതിരെയാണ് പെണ്ണുപിടിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഞങ്ങൾ ക്യാമറയായിട്ട് പുറകെ വരും. ഇവനൊക്കെ പെണ്ണുപിടിത്തോ കാണിക്കുന്നത്. എന്നിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഞങ്ങളുടെ തെളിവ് സാധനമുണ്ട്. തെളിവ് സാധനം കൊടുത്തിട്ട് ഈ പാർട്ടി ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ആലോചിച്ച് നോക്കണം. ഞങ്ങളൊക്കെ കിടന്ന് അനുഭവിക്കുക 10 വർഷം കൊണ്ട്. ഇവിടുത്തെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്. ഞങ്ങളെയൊക്കെ ഇത്രയും മൃഗിഷ്ടമായ രീതിയിലാണ് അദ്ദേഹം കാണുന്നത്. ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നാൽ പുള്ളി ഞങ്ങൾക്ക് തരത്തില്ല. ഈ 10 വർഷക്കാലം ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക ഈ പാർട്ടിക്കകത്ത് കിടന്ന്. വിനീത, ഓരോ പ്രവർത്തകരും അത്രമേൽ പാർട്ടിയെ സ്നേഹിച്ചവരാണ്. ഓരോ പ്രവർത്തകരും പാർട്ടിയെ അത്രമേൽ നെഞ്ചേറ്റിയവരാണ്. അങ്ങനെയുള്ള പ്രവർത്തകർക്ക് അത് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നടപടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഇവരെ ഇത്രമേൽ പ്രകോപിതരാക്കിയത്. അവർ ഓരോരുത്തരുടെ വാക്കുകളടക്കം നമ്മൾക്ക് ശ്രദ്ധേയമായി കേൾക്കേണ്ടതാണ്. അവർ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും അത്രമേൽ ചെറുപ്പം മുതൽ SFI മുതൽ പാർട്ടിക്ക് വേണ്ടി പ്രയത്നിച്ചവർ, പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചവർ, പാർട്ടിയുടെ ഓരോ കാര്യങ്ങൾക്കും ഒപ്പം നിന്നവർ. നേരത്തെ പറഞ്ഞത് കൊലപാതകിയാണെങ്കിൽ പോലും സംരക്ഷിക്കാം, പക്ഷേ സ്ത്രീ പീഡകനെ അത് സംരക്ഷിക്കാനാകില്ല. സ്ത്രീയെ സംരക്ഷിക്കുന്ന, സ്ത്രീ ശാക്തീകരണത്തിന് മുന്നിൽ നിൽക്കുന്ന CPM പാർട്ടിക്കാണ്, CPM പാർട്ടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ പീഡനത്തിന് ആരോപണ വിധേയനായ ആളെ ഈ വിഷയത്തിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവിടെയുണ്ട്. രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. നേരത്തെ ഈ വിഷയം പലതവണ ഉന്നയിച്ചതാണ്. സമപ്രസാദ്, K രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഏത് രീതിയിലാണ് അവർ ഈ ആരോപണത്തെ നോക്കിക്കാണുന്നത്? നിരവധി തവണ പരാതി നൽകി, തെളിവുകൾ നൽകി എന്നൊക്കെയാണല്ലോ പ്രവർത്തകർ പറയുന്നത്. വിനീത, നമുക്ക് കാണാം, സംസ്ഥാന സമിതി അംഗങ്ങൾ പുറത്തെത്തിയപ്പോഴാണ് രാജഗോപാലാണ് നമ്മുടെ ക്യാമറ തട്ടിമാറ്റിയതടക്കം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത്. അവർക്കും ഇത് തന്നെയാണ് പറയുന്നത്. നേരത്തെ പ്രവർത്തകർ സംസ്ഥാന സമിതി അംഗങ്ങളെ മുന്നോട്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി. അതിന് തൊട്ട് പിന്നാലെ തന്നെ അവരുടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ 2 വാഹനങ്ങളിലാണ് സംസ്ഥാന സമിതി അംഗങ്ങളായ സോമപ്രസാദും രാജഗോപാലും വന്നത്. അവരുടെ 2 വാഹനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സംസ്ഥാന സമിതി അംഗങ്ങളെ നേരത്തെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ സംരക്ഷിച്ചുകൊണ്ട് വലയം തീർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുകയുണ്ടായി. അവർ വാഹനം, അതായത് രാജഗോപാലും സോമപ്രസാദും വാഹനത്തിൽ കയറിയപ്പോൾ ആ വാഹനത്തിൻ്റെ പിന്നിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ അവർ വാഹനം മുന്നോട്ടെടുക്കാൻ കൂട്ടാക്കില്ല. അവർക്ക് തന്നെ അറിയാം അവരുടെ പ്രവർത്തകരുടെ ശക്തി, ഊർജ്ജവും അവർക്കറിയാം. നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ള വ്യക്തമായ ധാരണ CPMന്റെ നേതാക്കൾക്കുണ്ടായി. അവർ വാഹനത്തിൽ നിന്നിറങ്ങി മുന്നോട്ട് പോകുകയും മുന്നിലെത്തിയ ശേഷം പിന്നീട് ഡ്രൈവറെ വിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈ സംസ്ഥാന സമിതി അംഗങ്ങളായ സോമപ്രസാദും രാജഗോപാലും ഇപ്പോൾ വാഹനത്തിൽ കയറാതെ നടന്നുപോയി. തൊട്ടു പിന്നാലെ വാഹനങ്ങൾ കടന്നു പോകുന്നു. അതിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അകലെയാണ് രണ്ടുപേരെയും സുരക്ഷിതമായി വലയം തീർത്തുകൊണ്ട് പ്രവർത്തകർ കൊണ്ടുപോയി. എന്നാൽ പോലും ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ഉള്ളത് ലോക്കൽ കമ്മിറ്റിയിൽ സെക്രട്ടറിയാക്കി വെച്ചിരുന്ന ആളെ, അദ്ദേഹം ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിന് സ്ത്രീപീഡന പരാതിയുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പക്കലുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ ഈ പാർട്ടിയിൽ എടുത്തത്, ഈ പാർട്ടിയിലെ നേതൃത്വത്തിലേക്ക്